ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെ ചാനലിലേക്ക് സ്വാഗതം. ഫ്ലാസ്ക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. ജൂലൈ 18 പടം റിലീസാവുക. പിന്നെ ദ 100 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് ജൂലൈ 11 റിലീസാകാൻ പോകുന്നത്. പിന്നെ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രശ്മികാന്താനം മെയിൻ കഥാപാത്രമായിരുന്ന പടം. ഈ പടത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഒരു പാട്ടിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ദീക്ഷിത് ഷെട്ടിയും രശ്മികാന്താനം കൂടിയിട്ടുള്ള ഒരു പാട്ട്. എന്തായാലും ഇതിൻ്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റും ഫസ്റ്റ് സിംഗിളിൻ്റെ അനൗൺസ്മെന്റും അത് ഇപ്പോൾ തന്നെ ഉണ്ടാവും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറഞ്ഞിട്ടുള്ള മനോരമ എക്സിലൂടെ ജൂലൈ 11 വരുമെന്ന് അറിയിച്ചു. പിന്നെ രവീന്ദ്ര നീ എവിടെ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജൂലൈ 18 പാട്ട് റിലീസാകാൻ പോകുന്നത്. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞ അടുത്ത ഒരു പാട്ട് പുറത്തിറങ്ങിയിരുന്നു, വൈറൽ വയ്യാരി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ട്രെൻഡിങ്ങിലൊക്കെയാണ് യൂട്യൂബിൽ. എന്തായാലും 4 മില്യൺ പ്ലസ് വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജന്മ നക്ഷത്രം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, പടത്തിൻ്റെ റിലീസ് ജൂലൈ 18 കൺഫേം ചെയ്തുകൊണ്ടാണ്. പിന്നെ കാട്ടാളൻ എന്ന് പറഞ്ഞ പടത്തിൽ ഡയലോഗ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഉണ്ണിയാർന്ന് പറഞ്ഞിട്ടുള്ള ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നു. പിന്നെ ഡബിൾ ഗെയിം എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലത്തെ അപ്ഡേറ്റ് വീഡിയോ നമ്മൾ കാണിച്ചാണ്. പിന്നെ എക്ക എന്ന് പറഞ്ഞ പടത്തിലത്തെ റൗഡി റൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മയക്കുത്ത് എന്ന് പറഞ്ഞ പടത്തിലത്തെ ദ വേൾഡ് ഓഫ് മയക്കുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഗാട്ടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ റിലീസ് ഡേറ്റ് ഇപ്പോൾ തന്നെ അറിയിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എപ്പോഴാണെന്നുള്ളതൊന്നും അറിയത്തില്ല, എന്തായാലും വരട്ടെ. പിന്നെ തരുൺ ഭാസ്കറും ഈഷ റബിയും ഒന്നിക്കുന്ന പടത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇന്നലെ ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. 35 ചിന്ന കഥകാട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ മേക്കേഴ്സ് അടുത്തായിട്ട് എടുക്കുന്ന പടമാണ്. എന്തായാലും ഒരു പ്രശ്നങ്ങൾ കൂടിയിട്ടുള്ള കോമഡി രീതിയിലുള്ള പടമാണ്. എന്തായാലും പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത് ഓം ശാന്തി 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 എന്നുള്ള രീതിയിലാണ്. എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഫ്രീഡം എന്ന് പറഞ്ഞ പടത്തിൻ്റെ 5 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഓഡിയോ ഇന്നലെ പുറത്തിറങ്ങിയായിരുന്നു ഇതിൻ്റെ. പിന്നെ ഓഹോ എന്താൻ ബേബി എന്ന് പറഞ്ഞ പടത്തിൻ്റെ 6 days to go പോസ്റ്റർ വന്നു. പിന്നെ ഇതേ മുരളി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിഹാരികയുടെ ബർത്ത്ഡേ വെച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ കേടി എന്ന് പറഞ്ഞിട്ടുള്ള ധ്രുവ സർജയുടെ പടത്തിൻ്റെ ടീസർ റിലീസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് അനൗൺസ് ചെയ്യാൻ പോവാണ്. അത് എന്താണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. റിലീസ് ചെയ്യാൻ പോകുന്നതിൻ്റെ അനൗൺസ്മെന്റ്. പിന്നെ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. വീണ്ടും റീബൂട്ട് ചെയ്ത രീതിയിൽ ഒരു പുതിയ സംഭവമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പടത്തിന് മോശം അഭിപ്രായമാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ മ്യൂസിക് ചെയ്യുന്ന ആരാന്നുള്ളത് ഇന്ന് രാവിലെ 10 മണിക്ക് അറിയിക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. കില്ലർ എന്ന് വെച്ചാൽ എസ് എ സൂര്യ ഡയറക്ഷൻ ചെയ്യുന്ന പടമാണ്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള പടം അടുത്ത ഡയറക്ടറായിട്ടുള്ള അഭിഷൻ ജീവന്ത് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ് ഒരു പടത്തിൽ നിന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും അതിൽ അനശ്വരരാജനായിരിക്കും നായികയായി എത്തുക എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ മാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫഹദ് ഫാസിലും വടിവേലും മെയിൻ കഥാപാത്രമായിരുന്ന പടം. ഈ പടത്തിൻ്റെ റിലീസ് ജൂലൈ 25 നമ്മൾ മുന്നേ തന്നെ പറഞ്ഞാണ്. എന്തായാലും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജലം എന്ന് പറഞ്ഞിട്ടുള്ള പടം തിയേറ്ററിൽ ഓടിയിട്ട് റിലീസ് ആവേണ്ട ടൈം ആയിരിക്കും. എന്തായാലും നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ സുധാകങ്കാരുടെ ബർത്ത്ഡേ ആയിട്ട് പരശക്തി എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് ഇപ്പോൾ ആളെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് ബർത്ത്ഡേ വെച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും വീഡിയോ നല്ല വീഡിയോ ആയിട്ടാണ് തോന്നി. ജി പ്രകാശിന് മ്യൂസിക്കൊക്കെ അതിൽ ഗംഭീരമായിട്ടൊക്കെ തോന്നിയത്. എന്തായാലും പരശക്തി നല്ല പടമാണെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് ദേവരകൊണ്ടയുടെ പടം. ഈ പടത്തിൻ്റെ റിലീസ് ജൂലൈ 31 എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒഫീഷ്യലി കൺഫേം ആയ രീതിയിലൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഈ തിങ്കളാഴ്ച ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നാളെ ഉണ്ടാവും എന്നുള്ളത് എന്തായാലും കണ്ടറിയാം. പിന്നെ ചിയാൻ 63 അനൗൺസ് ചെയ്തായിരുന്നു. മഡൻ അശ്വിനാണ് പടം എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാവീര എന്ന് പറഞ്ഞ പടം എടുത്ത ആൾ. എന്തായാലും ഇതിന് പ്രൊഡ്യൂസർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ചിയാൻ 63 ഒരു അനൗൺസ്മെന്റോ അല്ലെങ്കിൽ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അപ്ഡേഷനൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള അരുൺ കുഷ്യ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേഷൻ ഇപ്പോൾ അടുത്ത് കിട്ടും. പിന്നെ കിച്ച സുദീമിൻ്റെ അടുത്ത പടം മാക്സ് എന്ന് പറഞ്ഞ പടം അടുത്ത വിജയ് കാർത്തികേയൻ എടുക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. K47 കിച്ച സുദീപിൻ്റെ 47ാമത്തെ പടം എടുക്കുന്ന ആൾ തന്നെയാണ്. എന്തായാലും അതിൻ്റെ അനൗൺസ്മെന്റ് വീഡിയോ മാതിരിയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഷൂട്ട് ജൂലൈ 7 എന്ന് വെച്ചാൽ നാളെ മുതൽ തുടങ്ങുന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ ദുൽഖർ സൽമാൻ്റെ ഒരു പടം രാം ജഗദീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ എടുക്കുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കോർട്ട് സ്റ്റേറ്റ് VS നോബഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടൊരു പടം പുറത്തിറങ്ങിയതും നല്ലോടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടം നല്ലതാണെന്നുള്ളത്. എന്തായാലും ആളെടുക്കുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇതിനായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ആ പടം വരട്ടെ, ഗംഭീരാവുന്നതിനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിലേക്കും അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.